ശരിക്കും എനിക്ക് മനസ്സിലായ ഒരു കാര്യം വെച്ച് നിങ്ങൾക്ക് ഇത്രയും ടെൻഷൻ ആവാനുള്ളൊരു മെയിൻ കാരണം നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യത്തെ കട്ട് ഓഫ് ആണ്. ഒരു 650 മാർക്കുള്ള ആൾക്ക് പോലും കിട്ടിയിട്ടില്ല. നിങ്ങളുടെ മാക്സിമം എഫേർട്ട് ഇട്ട് നിങ്ങൾക്ക് മാക്സിമം കിട്ടാവുന്ന സ്കോർ എത്തിക്കാൻ നോക്ക്. അല്ലാതെ ഈ 650 എന്നുള്ളൊരു സംഭവമേ നിങ്ങൾ മനസ്സിലോട്ട് കൊണ്ടുവരണ്ട. ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവരും എന്ത് പറയുന്നു? അപ്പോൾ എല്ലാവരുടെയും പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ എവിടം വരെ ആയി? എനിക്കിപ്പോൾ ഈ ഒരു ഇടയ്ക്കായിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ ടെൻഷനായിട്ട് ഒത്തിരി കൊച്ചുങ്ങൾ മെസ്സേജ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരെല്ലാം പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ എനിക്ക് 2 മാസം തികച്ച സമയമില്ല, എനിക്ക് 650+ മാർക്ക് കിട്ടുമോ ചേച്ചി എന്നുള്ള രീതിയിൽ അവർ സംസാരിക്കുന്നത്. ശരിക്കും എനിക്ക് മനസ്സിലായ ഒരു കാര്യം വെച്ച് നിങ്ങൾക്ക് ഇത്രയും ടെൻഷൻ ആവാനുള്ളൊരു മെയിൻ കാരണം നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യത്തെ കട്ട് ഓഫ് ആണ്. ഒരു 650 മാർക്കുള്ള ആൾക്ക് പോലും കിട്ടിയിട്ടില്ല. 650 മാർക്കുള്ള എല്ലാവർക്കും അഡ്മിഷൻ കിട്ടി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ നിങ്ങൾ ഈ മാർക്ക് വെച്ചിട്ട് എന്നെ കൊണ്ട് പറ്റുമോ എന്നുള്ള രീതിയിൽ നോക്കണ്ട. അത് നോക്കുന്നതുകൊണ്ട് നമുക്ക് ടെൻഷൻ ആവുന്നത്. നമ്മൾ എന്തായാലും ഇപ്പോൾ നീറ്റിന് രജിസ്റ്റർ ചെയ്ത് പോയി നമുക്കത് എഴുതിയേ പറ്റൂ. നമ്മൾ അതിന് വേണ്ടിയിട്ടാണ് 1 കൊല്ലം അല്ലെങ്കിൽ 2 കൊല്ലം അല്ലെങ്കിൽ 3 കൊല്ലം അതിന് വേണ്ടിയിട്ട് തന്നെയാണ് നമ്മൾ കഷ്ടപ്പെട്ടത്. അപ്പോൾ നമുക്ക് എന്തായാലും ഇനി നീറ്റ് എഴുതാതിരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ നിങ്ങൾ ഈ മാർക്ക് വെച്ചിട്ട് ഉള്ള ആ ഒരു കാൽക്കുലേഷൻ ഇപ്പോൾ നടത്തണ്ട. കാരണം ഈ ഇപ്പോൾ കട്ട് ഓഫ് എന്ന് പറയുന്നത് എക്സാം ഈസി ആണോ ടഫാണോ ആ ഒരു രീതിയിലൊക്കെ മാറിയും തിരിഞ്ഞൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന സംഭവമാണ്. മാത്രമല്ല ആ ഒരു സംഭവം നിങ്ങൾക്ക് നല്ല രീതിയിൽ ടെൻഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ അത് വിടുന്നതാണ് നല്ലത്. നിങ്ങളുടെ മാക്സിമം എഫേർട്ട് ഇടുക. 650+ അല്ല നിങ്ങൾ നോക്കേണ്ടത്. എന്നെക്കൊണ്ട് പറ്റുന്നത്രയും ഞാൻ പഠിക്കുന്നുണ്ടോ, ഞാൻ എൻ്റെ മാക്സിമം എഫേർട്ട് ഇടുന്നുണ്ടോ, എനിക്ക് മാക്സിമം കിട്ടാൻ പറ്റുന്നൊരു സ്കോറിലേക്ക് എത്താനുള്ളൊരു എഫേർട്ട് ഞാൻ ഇടുന്നുണ്ടോ, അത് നോക്കിയാൽ മതി. ശരിക്കും ഈ 650 എന്നുള്ളൊരു കട്ട് ഓഫ് അത് നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരണ്ട. ഞാൻ എൻ്റെ മാക്സിമം എഫേർട്ട് ഇട്ട് പഠിക്കുന്നുണ്ടോ അത് നോക്കിയാൽ മതി. തൽക്കാലം ഇനിയിപ്പോൾ അങ്ങനെ ചെയ്താൽ മതി. നിങ്ങളുടെ 100% ഇട്ട് പഠിക്കുക. നിങ്ങൾ ഇനിയിപ്പോൾ അത്യാവശ്യം ഒരു ഉറക്കത്തിൻ്റെ സമയങ്ങളൊക്കെ നമ്മൾ അത്യാവശ്യം ഒരു ഹെൽത്തി ആയിട്ട് ഇരിക്കുന്ന രീതിയിൽ അത്യാവശ്യം ഓൾട്രേഷൻസ് ഒക്കെ വരുത്തുക. എന്നിട്ട് അവസാനത്തെ ആ ഒരു സമയം, അതായത് അവസാനത്തെ ഒരാഴ്ച നിങ്ങൾ അത്യാവശ്യം നല്ല രീതിയിൽ ഉറങ്ങി തന്നെ പഠിക്കണം. ഇപ്പോൾ നിങ്ങളുടെ മാക്സിമം എഫേർട്ട് ഇടുക. എന്നാലും നിങ്ങളുടെ ഹെൽത്ത് നോക്കണം. ഞാൻ പറഞ്ഞതാ, നമ്മൾ ഈ ഓവറായിട്ട് ഉറങ്ങുന്നവരൊക്കെ ആണെങ്കിൽ ആ ഉറക്കത്തിൻ്റെ ഡ്യൂറേഷനൊക്കെ കുറയ്ക്കുക. കറക്റ്റ് ഒരു 5-6 മണിക്കൂർ ഉറങ്ങി നിങ്ങൾ കട്ടയ്ക്ക് പഠിക്കുക. എല്ലാത്തിൻ്റെയും സമയം നിങ്ങൾ അനാവശ്യമായിട്ട് എവിടെയൊക്കെ സമയം ചിലവാക്കുന്നു, അതിപ്പോൾ യൂട്യൂബ് ആണെങ്കിൽ പോലും നിങ്ങൾ അനാവശ്യമായിട്ടുള്ള സംഭവങ്ങളെല്ലാം കട്ടാക്കുക. എന്നിട്ട് നിങ്ങളുടെ മാക്സിമം എഫേർട്ട് ഇട്ട് പഠിക്കുക. 650 എന്നുള്ളൊരു കട്ട് ഓഫ് നിങ്ങൾ തൽക്കാലം മനസ്സിലേക്ക് കൊണ്ടുവരണ്ട. ഇപ്പം ഭൂരിഭാഗമുള്ള ആളുകളും പറയും 2 മാസം കൊണ്ട് നിങ്ങൾക്ക് 650 മാർക്ക് കിട്ടത്തില്ല. നിങ്ങൾ 2 മാസം കൊണ്ടാണ് തുടങ്ങുന്നെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും 650+ ഒന്നും കിട്ടാൻ പോകുന്നില്ല. അതാ ഞാൻ പറഞ്ഞത്, അങ്ങനത്തെ ഉള്ള ഒരു ഇത് നോക്കാതെ 2 മാസം കൊണ്ട് നിങ്ങളുടെ മാക്സിമം എഫേർട്ട് ഇട്ട് നിങ്ങൾക്ക് മാക്സിമം കിട്ടാവുന്ന സ്കോർ എത്തിക്കാൻ നോക്ക്. അല്ലാതെ ഈ 650 എന്നുള്ളൊരു സംഭവമേ നിങ്ങൾ മനസ്സിലോട്ട് കൊണ്ടുവരണ്ട. അതിപ്പോൾ ഓരോരുത്തരുടെ ടാലൻറ്റ് അനുസരിച്ച് അത് മാറിയും തിരിഞ്ഞൊക്കെ ഇരിക്കും. ചിലവരിപ്പോൾ ഒരു 10 മിനിറ്റ് എടുത്ത് പഠിക്കുന്ന കാര്യങ്ങൾ ചില ആളുകൾക്ക് ചിലപ്പോൾ 1 മണിക്കൂർ എടുത്ത് പഠിക്കേണ്ടി വരും. അപ്പോൾ നമ്മളുടെ ആ ഒരു ടാലൻറ്റ് വേരി ചെയ്തൊക്കെ ഇരിക്കും. അതുകൊണ്ട് 2 മാസം കൊണ്ട് 650 കിട്ടത്തില്ല എന്നൊന്നും നമുക്കങ്ങനെ ഉറപ്പിച്ച് പറയാൻ പറ്റത്തില്ല. കാരണം നിങ്ങൾ അതിന് മുന്നേ ഇട്ട എഫേർട്ടും കൂടെ ഇതിനകത്തുള്ള മാറ്ററാണ്. നിങ്ങൾ ആ ഒരു പ്രോപ്പറായിട്ടുള്ള രീതിയിൽ പഠിച്ചിട്ടില്ല എന്നുള്ളതേ കാണത്തുള്ളൂ. നിങ്ങൾക്ക് അത്യാവശ്യം കാര്യങ്ങളൊക്കെ അറിയായിരിക്കും. ഇപ്പോൾ എനിക്ക് മെസ്സേജ് ഇടുന്ന കൊച്ചുങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ് പറയുന്നത്, ചേച്ചി എനിക്ക് അത്യാവശ്യം കാര്യങ്ങളൊക്കെ അറിയാം, പക്ഷെ എനിക്ക് ടെൻഷൻ ആവുന്നു, ഞാൻ ഇനിയിപ്പോൾ പ്രോപ്പറായിട്ട് പഠിക്കാൻ തുടങ്ങുന്നേ ഉള്ളൂ. അങ്ങനെയൊക്കെ നിങ്ങളുടെ മാക്സിമം എഫേർട്ട് ഇട്ട് നിങ്ങളുടെ മാക്സിമം കിട്ടാവുന്ന ഒരു സ്കോറിലേക്ക് എത്താൻ നോക്ക്. അത്രേ നമുക്ക് ചെയ്യാനായിട്ടുള്ളൂ. എന്തായാലും ടെൻഷൻ ആവാതെ കൂളായിട്ടിരിക്കുക. ശരിക്കും ഈ ഒരൊറ്റ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ എന്തായാലും മാക്സിമം ടെൻഷനൊക്കെ അവോയ്ഡ് ചെയ്ത് നല്ല രീതിയിൽ കട്ടയ്ക്കിരുന്ന് പഠിക്കാൻ നോക്കും. നിങ്ങളെക്കൊണ്ട് എന്തായാലും പറ്റും. നമ്മളെക്കൊണ്ട് പറ്റുവാടാ. നമ്മളെക്കൊണ്ട് ആ ഒരു മാക്സിമം സ്കോർ ഞാൻ പറഞ്ഞതുപോലെ ഇൻ കേസ് ഈ ഒരു പ്രാവശ്യം നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടിയിട്ടില്ലെങ്കിൽ പോലും നിങ്ങൾ അത്യാവശ്യം കാര്യങ്ങൾ പഠിച്ച് തീർക്ക്. നമുക്കത് അടുത്ത പ്രാവശ്യം യൂസ്ഫുൾ ആവും. എനിക്ക് ഇപ്രാവശ്യം 2 മാസം സമയമുള്ളതെന്ന് പറഞ്ഞാൽ നമ്മളത് അടച്ചു വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത കൊല്ലം നിങ്ങൾ ഇതേ സെയിം അവസ്ഥയിൽ തന്നെ ആയിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ആ ഒരു ഇതിൽ ഇതാക്കി നമുക്കിപ്പോൾ അടുത്ത പ്രാവശ്യം ഏതെങ്കിലും ഒരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോയിൻ ചെയ്യണമെങ്കിൽ നമുക്ക് അവിടെ ഫീസ് ഇല്ലാതെ പഠിക്കാനായിട്ട് പറ്റുന്നൊരു സ്കോറിലേക്ക് നിങ്ങൾ എത്തുക. ഒരു 550 മാർക്കൊക്കെ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫീസ് ഇല്ലാതെ ഏതൊരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിലും പുഷ്പം പോലെ പഠിക്കാൻ പറ്റും. മനസ്സിലായി? ആ ഒരു ലെവലിലേക്ക് നിങ്ങൾ പഠിച്ച് കയറ്. ഈ 650 എന്നുള്ളൊരു കട്ട് ഓഫ് നിങ്ങൾ മനസ്സിലോട്ട് കൊണ്ടുവരണ്ട. എൻ്റെ മാക്സിമം അത് നോക്കിയാൽ മതി. നിങ്ങളെ കൊണ്ട് പറ്റും. അത് നമ്മൾ മാക്സിമം എഫേർട്ട് ഇട്ടുകൊണ്ടിരിക്കുക. നിങ്ങളെ കൊണ്ട് പറ്റുവാടാ. അപ്പോൾ അത്രേ ഉള്ളൂ.